സോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളാണ്. തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. അപ്പം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ ഇടയിൽ ഇവനെന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ, എന്തുവാടാ, നീ എവിടാ? കാർത്തിക്, ക്ലാസിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്യില്ലെന്ന് നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറയണം? ഗെറ്റ് ഔട്ട്. സബാഷ്, അപ്പൊ ഇന്നത്തെ അറ്റൻഡൻസും പോയി. എന്താടാ നിനക്ക് വേണ്ടേ? നീയോ ക്ലാസ്സിൽ കയറത്തില്ല. ക്ലാസ്സിൽ കയറുന്ന ഞാനെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. അതിന് ഞാനെന്ത് ചെയ്ത്? നിന്നോട് ആരാ പറഞ്ഞ നേരത്തെ ക്ലാസ്സിൽ കയറാൻ? എനിക്ക് ക്ലാസ്സിൽ തന്നെ കയറി വരാൻ മടിയെന്ന് അറിഞ്ഞൂടെ? എന്തായാലും വാ, ക്യാൻറ്റീനിൽ പോയി നല്ല ചൂട് പപ്സും ചായയും കുടിക്കാം. എന്നാത്തുള്ള ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. പപ്സിന് വില കൂടിയടാ, 20 രൂപയായി. കയ്യിലെ പൈസ എങ്ങോട്ടാ പോന്നെന്ന് അറിയുന്നില്ല. ഫുഡ് അടിയൊക്കെ കുറച്ചൊന്ന് നിർത്തണം. ശരിയാ. എന്റെ പൊന്ന് നീരജ്, ഒന്ന് പതുക്കെ തിന്ന്, ഇല്ലെങ്കിൽ തൊണ്ടക്കിരിക്കും. എനിക്കിതിൽ പതുക്കൊക്കെ തിന്നാനേ അറിയത്തുള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. എന്നെ കൂട്ടാതെ ഒറ്റയ്ക്കിരുന്ന് തിന്നു അല്ലേ? കെട്ടി എഴുന്നള്ളിയിട്ടുണ്ട് എന്റെ കഞ്ഞി പാറ്റയുടെ. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് എനിക്ക്. ഇവനും ഉണ്ടായിരുന്നു കാർത്തികിന്റെ കൂടെ. ഇരിക്കടാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നാ ഇന്നത്തെ ചെലവ് എൻ്റെ വക. ഞങ്ങൾക്കാരുടെ ഔദാര്യം വേണ്ട, പൈസ ഞാൻ കൊടുത്തോളാം. അതിന് നിന്റെ ഈ പൈസ വല്ലതും ഉണ്ടോ? കാർത്തികന്റെ ഓസി തിന്നാറല്ലേ നിന്റെ ഹോബി. ദൈവമേ, രണ്ടും കൂടെ പിന്നെയും തുടങ്ങിയാ. ചെറുക്ക, നിന്റെ തന്തയുടെ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട കേട്ടോടാ. ഓസിന് തിന്നുന്നുണ്ടെങ്കിലേ അത് കാർത്തിക്കിന്റെ, അല്ല നിന്റെ തന്ത ഉണ്ടാക്കിയതല്ല. എൻ്റെ തന്തയ്ക്കുള്ളതും നിന്റെ തന്തയ്ക്ക് ഇല്ലാത്തതും ഒരേ കാര്യമാണ്, പണം. എനിക്ക് പിന്നെ നിന്നെ പോലെ ഇങ്ങനെ ഓസി തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ ഷോ ഇറക്കല്. നിന്നേക്കാൾ അന്തസ്സോടെ തന്നെയാടാ ഞങ്ങളും ജീവിക്കുന്നത്. ദേണ്ടേ, 2 എണ്ണത്തിനോടും കൂടെ പറയുന്നേ, ഇപ്പം നിർത്തിക്കോ, ഇല്ലെങ്കിൽ 2 എണ്ണത്തിന് എൻ്റെ കയ്യിൽ നല്ല പെട കിട്ടും. നീ എന്തുവാടാ കാർത്തിക്കിന്റെ അപ്പാർട്ട്മെന്റ് ചെയ്യുന്നേ? എന്തേ സൂയിച്ചില്ലേ? ഞാനും കാർത്തിക്കും ഇനി മുതൽ ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാൻ പോവാ. ആരോട് ചോദിച്ചിട്ട്? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. അതിന് നീ ഏതാ? കാർത്തിക്കിനില്ലാത്ത പ്രശ്നമാണല്ലോ നിനക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ്. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. എന്റെ ദൈവമേ, എന്തുവാടാ ഇവിടെ? ഞാനൊന്നും ചെയ്തില്ല. ദേ, ഇവൻ എന്നെ ആദ്യം തല്ലിയേ. ഇവനെന്താ ഇവിടെ? ഇനി മുതൽ നിന്റെ അപ്പാർട്ട്മെന്റിലാന്ന് കേട്ടു. എടാ, അത് കാളയുടെ ഹോസ്റ്റലിൽ കുറച്ച് സീനുള്ളതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞ് എന്റെ അപ്പാർട്ട്മെന്റിൽ നിൽക്കാം, റെന്റ് നമുക്ക് 50-50 അടിക്കാവുന്ന. അല്ല, ശരിക്കും നിങ്ങളുടെ രണ്ടിൻ്റെയും പ്രശ്നം എന്താണെന്ന് പറയാവോ? എപ്പം കണ്ടാലും കീരിയും പാമ്പും കണക്കാ. ഞാൻ ഹോസ്റ്റലിൽ മാറുക, എനിക്കിവിടെ സ്റ്റേ ചെയ്യണം. അത് നടക്കാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് വേണ്ട, എനിക്ക് കാർത്തികിന്റെ സമ്മതം മതി. കാർത്തികേ, ഞാനിവിടെ നിൽക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ? എനിക്കൊരു കുഴപ്പവും ഇല്ല, പക്ഷെ രണ്ടും കൂടെ തമ്മി തല്ലി ചാവാതിരുന്നാ മതി. നീരജെ, മര്യാദക്ക് എൻ്റെ വാലറ്റ് ഇതാ. വാലറ്റോ? നിന്റെ വാലറ്റ് എന്നോടെന്തിനാ ചോദിക്കുന്നത്? എൻ്റെ വാലറ്റ് രാവിലെ മുതൽ കാണുന്നില്ല. ഈ അപ്പാർട്ട്മെന്റ് മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി. അത് മിസ്സാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ അത് എടുത്തതാരോ? അപ്പൊ ഞാൻ എടുത്തു എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. കാർത്തിക് എന്തായാലും ചെയ്യില്ല. അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ വാലറ്റ് തിരിച്ചു തന്നോ. എന്താടാ ഇനി അടുത്ത പ്രശ്നം എന്തോ ഇവിടെ? കാർത്തിക്, രാവിലെ മുതൽ എൻ്റെ വാലറ്റ് കാണുന്നില്ല. അതാരാ എടുത്തേന്ന് ഊഹിക്കാമല്ലോ. അവൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മോഷ്ടിച്ചെന്ന്. കാളി, അവനങ്ങനെ ചെയ്യില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ പോയി നിന്റെ റൂമിൽ ഒന്നും കൂടെ ഒക്കെ നോക്ക്. എന്തായാലും നീരജ് അത് എടുക്കില്ല, അതെവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ഒരു സ്ഥലവും വിടാതെ എല്ലായിടത്തും നോക്കി. മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും ഈ നീരജിന് വന്നിട്ടില്ല.
ഇനി വരുവേയില്ല. എന്തായാലും എൻ്റെ റൂമിൽ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഞാൻ വെറുതെ അവനെ സംശയിച്ചു. കാളി, കിട്ടിയോ നിന്റെ വാലറ്റ്? കിട്ടി. കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീരജ് അങ്ങനെ ചെയ്യത്തില്ലടാ. നിന്നെ അറിയാവുന്ന പോലെ തന്നെ എനിക്കും അവനെ കുട്ടിക്കാലം തൊട്ടേ അറിയാം. അവൻ്റെ ഫാമിലി നിന്റെ ഫാമിലിയുടെ അത്ര റിച്ച് ഒന്നുമല്ല, പക്ഷെ എന്നാലും അവൻ മോഷ്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എടക്കാർത്തി, സോറി, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്നോടല്ല നീ സോറി പറയേണ്ടത്, നീരജിനോടാ. അവന് നല്ല ഫീലായെന്ന് തോന്നുന്നു. നാളെ തന്നെ ഞാൻ അവനോട് സോറി പറഞ്ഞോളാം. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുവാ? നിന്റെ ഉദ്ദേശം എന്തുവാ? നീ എപ്പോഴും എന്തിനാ കാർത്തിക്കിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? അത് ഞാനല്ലേ നിന്നോട് ചോദിക്കണ്ടേ? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ പിന്നെ ഇവിടെ മാങ്ങ പറിക്കാൻ നിൽക്കുവാണല്ലോ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിനക്കവൻ ഇഷ്ടമാണോ? ആണെങ്കിൽ പൊന്നുമോൻ അതങ്ങ് മറന്നേരെ. അവനെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ എന്നാ നീ പോയി പ്രപ്പോസ് ചെയ്. എന്ത് പറ്റി? അതിനുള്ള ധൈര്യമില്ല അല്ലേ? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നാ നീ പോയി പ്രപ്പോസ് ചെയ്. എന്തേ, നിന്റെ നാക്കിറങ്ങിപ്പോയാ? എന്നാ നമുക്ക് നോക്കാം അവൻ നമ്മളിൽ ആരെ ചൂസ് ചെയ്യുമെന്ന്. ആടാ, കാണാം. ഞാൻ ചോദിച്ചു നീ കേട്ടില്ലേ? നീരജ് നീ എന്താ എപ്പോഴും ഇങ്ങനെ വഴക്കെന്ന്? എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്നാ പോട്ടെ, എനിക്ക് കുറച്ച് അസൈൻമെന്റ് എഴുതാനുണ്ട് നാളത്തേക്ക്. കേറി വാ കാർത്തികേ, നോക്കിയണ്ട. നീയായിരുന്നു? എന്തു വേണം? അത് ഇന്നലെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ വാലറ്റ് തിരിച്ചു കിട്ടിയായിരുന്നു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്റെ റൂമിൽ ഒന്നും കൂടെ നോക്കാൻ. അപ്പൊ കാർത്തിക്കിന്റെ മുന്നിൽ നിനക്ക് ഷോ കാണിക്കണം. ഐ എം സോറി, ഞാൻ എന്നെ കാർത്തിക്കിന്റെ മുന്നിൽ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. ആ സമയത്ത് എനിക്കെന്തോ നിന്നെ ഡൗട്ട് തോന്നി, അത് ഞാൻ നിന്നോട് വന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. നീ മോഷ്ടിച്ചോ എന്നല്ല ചോദിച്ചേ, ഞാനാ ചെയ്തതെന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞ. ഐ എം റിയലി സോറി. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് വരുവാ. എന്നാ നിനക്കും കൊള്ളാം. പോട്ടെ, ഇനി അത് വിട്ടേരെ, ഞാൻ ക്ഷമിച്ചു. കാർത്തിക്, നാളെ സാറ്റർഡേ അല്ലേ, നമുക്ക് ക്ലാസ് ഇല്ലല്ലോ. നമുക്കൊന്ന് ചുമ്മാ ബീച്ചിൽ പോയാലോ? നീയും ഞാനും മാത്രം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നടക്കില്ല. ഞാനും കാർത്തിക് ഓൾറെഡി നാളെ ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ടേക്കുവാ. അടിപൊളി, അടുത്തടിക്കുള്ള വകയായി. നാളെ അവൻ എൻ്റെ കൂടെ വരും. നീ വേണമെങ്കിൽ അടുത്ത ആഴ്ച നോക്കിക്കോ. അതിന് നീ ഏതാ? നാളെ കാർത്തിക് എൻ്റെ കൂടെ വരും. ഓഹോ, എന്നാ അതൊന്ന് കാണണമല്ലോ. ആടാ, ഞാൻ കാണിച്ചു തരാം. എന്തു ആടെ കൊച്ചു പിള്ളേരെ പോലെ രണ്ടും ഒന്ന് അടങ്ങിക്കേ. എന്നാ കാർത്തിക് പറയട്ടെ നാളെ അവൻ ആരുടെ കൂടെ പോണോന്ന്. എടാ കാർത്തിക്, നീ ധൈര്യമായിട്ട് പറ നിനക്ക് എൻ്റെ കൂടെ ബീച്ചിൽ വരണോന്ന്. നിന്നെ അവനൊന്നും ചെയ്യത്തില്ല. എടാ കാർത്തിക്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് നിനക്ക് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നാ മതിയെന്ന്. കാർത്തിക് എൻ്റെ കൂടെ വരും. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു അവൻ എൻ്റെ കൂടെ വരത്തുള്ളൂന്ന്. നിർത്തടാ രണ്ടും. കൊറേ നേരം കൊണ്ട് ഞാൻ സഹിക്കുവാ. ഇനി ഇവിടെ നിന്റെയൊക്കെ സൗണ്ട് കേട്ടാ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. നാളെ നമ്മൾ 3 പേരുടെ ഒരുമിച്ച് പോന്നു. ബീച്ചിലും പോകുന്നില്ല, ഷോപ്പിങ്ങിനും പോകുന്നില്ല. ഒരു സിനിമ കാണാൻ പോന്നു, ഫുഡ് അടിക്കുന്നു, തിരിച്ചു വരുന്നു. മനസ്സിലായോ? കിണിക്കാൻ മാത്രം ഇവിടെ വല്ല കോമഡി ഷോയും നടക്കുന്നുണ്ടോ? ഇതിവൻ മനഃപൂർവ്വം ചെയ്തേ. ഇതിനുള്ള പണി ഞാൻ കൊടുക്കും. കാർത്തിക്കിന് എന്നെയാണ് ഇഷ്ടം, നിന്നെ അല്ല. നീ അതൊന്ന് മനസ്സിലാക്ക് നീരജെ. അതെ, നിന്റെ സ്വപ്നത്തില് കാർത്തിക്കിന് എന്നെയാണ് ഇഷ്ടം. ആൻഡ് ഇറ്റ്സ് ഒബ്വിയസ്. ദേണ്ടേ, കാർത്തിക്കിനെ വിട്ടേക്കാൻ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. കാർത്തിക്കിനെ വിടാൻ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തായാലും എനിക്ക് അവനെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല.
എന്റെ ദൈവമേ, 2 തല്ലിച്ചാവോ? 2 നിർത്തിക്കോ. ഇനി ഇവിടെ നിങ്ങൾ വഴക്കിട്ട 2ന്റെ ഹോസ്റ്റലിലോട്ട് ഞാൻ പറഞ്ഞു വിടും. ഇപ്പോഴേ പറഞ്ഞേക്കാം. മിസ് എന്തിനാ പേഴ്സണലി കാണണമെന്ന് പറഞ്ഞേ? നീരജ് അറിയാലോ, സെം എക്സാം 2 വീക്സ് കഴിഞ്ഞ, പക്ഷെ നീ ഇതുവരായിട്ടും സെം ഫീസും അടച്ചിട്ടില്ല, എക്സാം ഫീസും അടച്ചിട്ടില്ല. നെക്സ്റ്റ് വീക്കിനുള്ളിൽ സെം ഫീയും എക്സാം ഫീയും അടച്ചിരിക്കണം, ഇല്ലെങ്കിൽ തനിക്ക് എക്സാം എഴുതാൻ ഒക്കത്തില്ല. നെക്സ്റ്റ് വീക്കിനുള്ളിൽ പേയ്മെന്റ് ചെയ്യാൻ നോക്കാം. നോക്കാമെന്നല്ല നീരജ്, ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിനക്ക് എക്സാം എഴുതാൻ ഒക്കില്ല. ഹലോ അമ്മ, സുഖാണോ? ആ മോനെ പറ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ ചുമ്മാ കളിച്ചാ. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അച്ഛനൊക്കെ അല്ലേ? അച്ഛന് ഞങ്ങൾ ഇന്നലെ ഒരു ചെക്കപ്പിന് പോയായിരുന്നു. അപ്പം സ്കാനിങ്ങിൽ ബ്രെയിനിൽ പിന്നെ ഒരു ട്യൂമർ ഫോം ചെയ്യുന്നതായി കാണിച്ചു. ഉടനെ തന്നെ സർജറി വേണ്ടി വരും. അതിനുള്ള പൈസ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മ, ഞാൻ ഉടനെ തന്നെ നാട്ടിലോട്ട് വരാം. അയ്യോ മോനെ വേണ്ട, നിനക്ക് എക്സാം അടുത്ത് വരുമല്ലേ, ഇത് അമ്മ തന്നെ മാനേജ് ചെയ്തോളാം. നീ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സെം ബ്രേക്കിന് വന്നാൽ മതി. ശരി. ദൈവമേ, ഞാൻ എങ്ങനെ അടുത്ത ആഴ്ചക്കുള്ളിൽ ഫീസ് അടയ്ക്കുമെന്ന? വീട്ടിൽ അമ്മയുടെ ഈ പൈസ കാണില്ല. ഞാൻ എന്തോ ചെയ്യും ഇനി? എന്താടാ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അച്ഛന് പിന്നെ ഒരു ട്യൂമർ സ്പോട്ട് ചെയ്തു. ഉടനെ തന്നെ സർജറി വേണം. പൈസയുടെ കാര്യം എങ്ങനെയാ? ഫണ്ട് വല്ലതും ഉണ്ടോ? അമ്മയുടെ കുറച്ച് ഗോൾഡ് ബാക്കിയുണ്ട്, അത് വിൽക്കുമായിരിക്കും. ഞാൻ അതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല. അതെന്താ നീ ചോദിക്കാഞ്ഞേ? ഇങ്ങോട്ട് നോക്കിക്കേ, എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ? എടാ കാര്യം പറ. ഫീസ് അടച്ചിട്ടില്ല. നെക്സ്റ്റ് വീക്കിനുള്ളിൽ അടച്ചില്ലെങ്കിൽ എക്സാം എഴുതിപ്പിക്കത്തില്ലെന്നാ പറഞ്ഞേ. ഇനി എന്ത് ചെയ്യുവാടാ? ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുക. എടാ, ഇത് നമ്മുടെ ലാസ്റ്റ് സെം എക്സാം അല്ലേ? നീ ഡ്രോപ്പ് ഔട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും പൈസ സെറ്റാക്കാൻ നോക്കാം. എവിടെ പോയി 35,000 രൂപ ഉണ്ടാക്കുമെന്ന് നീ പറയുന്നേ? നീ ഒന്ന് അടങ്ങ്. എന്തായാലും ഒരാഴ്ചയും കൂടെ സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഒരു ചർച്ച? എടാ നീരജ്, അവനോട് പറയട്ടെ? വേണ്ട, ഒന്നുമില്ലടാ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുമായിരുന്നു. ഇവനെന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇനി വേറെ വഴിയൊന്നുമില്ല. തൽക്കാലം എൻ്റെ ഒരു മാലയുണ്ട്, അതെടുത്ത് നമുക്ക് പണയം വെച്ച് നിന്റെ ഫീസ് അടയ്ക്കാം. നീ പിന്നെ എനിക്കതങ്ങ് എടുത്തു തന്നാൽ മതി. ഇല്ലടാ, അത് വേണ്ട, അത് ശരിയാവത്തില്ല. തൽക്കാലം നീ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. നീരജ് എന്താ ഫീസ് പേ ചെയ്യാഞ്ഞേ? നമ്മുടെ 2 ക്ലാസ്സിൻ്റെയും ഫീസ് പേ ചെയ്യാത്തവരെ ലിസ്റ്റ് എടുത്ത ഞാനാ. അത് നിന്റെ പേര് ഞാൻ കണ്ടല്ലോ. ഞാൻ ഫീസ് അടയ്ക്കോ അടയ്ക്കാതിരിക്കുകയോ ചെയ്യും. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. മിസ്, ഫീസ് അടയ്ക്കാൻ ഒരു 2 ഡേയും കൂടെ എനിക്ക് തരുമോ? എന്തായാലും ഞാൻ മറ്റന്നാൾ അടയ്ക്കാം. അതിന് നിരഞ്ജന്റെ ഫീസ് ഇന്നലെ പേ ചെയ്തതാണല്ലോ. പേ ചെയ്തെന്നോ? അങ്ങനെ ആരും വഴിയില്ലല്ലോ. എന്തെങ്കിലും തെറ്റ് പറ്റിയാവും. അല്ലടോ, നിന്റെ ഫീസ് പേ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നീ വീട്ടിലൊന്ന് വിളിച്ചു ചോദിക്കേ. ഹലോ അമ്മ, എന്തെങ്കിലും ഫീസ് പേ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ മോനെ, എന്താ പറ്റി? നിനക്ക് ഫീസ് പേ ചെയ്യാനുള്ള ടൈമൊക്കെ ആയോ? ഏയ്, ഒന്നുമില്ല അമ്മേ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. എന്നാൽ എൻ്റെ ഫീസ് ആരാ പേ ചെയ്തേ? എടാ, നമുക്ക് നാളെ മാല വേണേ വെച്ചിട്ട് മറ്റന്നാൾ നിന്റെ ഫീസ് അടയ്ക്കാം കേട്ടോ. അതിന് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതെന്ത് പറ്റി? ഫണ്ട് നീ സെറ്റാക്കിയോ? എടാ അതല്ലേ, എൻ്റെ ഫീസ് ആരും അടച്ചു, പക്ഷെ ആരാന്നൊരു പിടിയും ഇല്ല. ഫീസ് അടച്ചെന്നോ? അതാര്? തമ്പുരാൻ അറിയാം, എന്നാലും ആരാണെന്നാ? കാർത്തികേ, ഇനി കാളിയാണോ എൻ്റെ ഫീസ് അടച്ചേ? ഏയ്, അവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെന്ത് ചെയ്തു നീ പറയുന്നേ? നീ എൻ്റെ ഫീസ് എല്ലാം പേ ചെയ്തായിരുന്നോ? നിന്റെ ഫീസോ? നിന്റെ ഫീസ് എന്നാ ഞാൻ പേ ചെയ്യണം? പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ? നീ ചോദിച്ചതിനങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി. ചെയ്തോ ഇല്ലയോ? അതല്ല ഞാൻ പറഞ്ഞേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി തന്നാ മതി, കൂടുതൽ വേണ്ട.
ഇവനെന്തോ ഒരു കള്ളലക്ഷണം. എന്താടാ നിനക്ക്? നീയല്ലേടാ നീരജിന്റെ ഫീസ് അടച്ചേ? സത്യം പറയടാ. ആഹാ, എന്നാ ഒരു അഭിനയം. ഇനി അത് അവനോട് പറയാനൊന്നും പോവണ്ട. ഒന്നാമത് അവൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഇനി ഞാൻ ആ ഫീസ് അടച്ചെന്നും കൂടെ അറിഞ്ഞ അവൻ ഈ അപ്പാർട്ട്മെന്റ് തലയിരിച്ചു വെക്കും. അത് ശരിയാ. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അന്ന് നിങ്ങൾ സംസാരിക്കാൻ ഞാൻ കേട്ടായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ സർജറിയുടെ കാര്യവും അവൻ ഫീസ് അടയ്ക്കാഞ്ഞ കാര്യമൊക്കെ. അപ്പം എനിക്കെന്തോ അവനെ സഹായിക്കണമെന്ന് തോന്നി. തൽക്കാലം ഇത് അവൻ അറിയണ്ട. ദേണ്ടേ, എനിക്ക് നിന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ഇനി ആ വാ തുറന്ന നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു വരത്തും, പറഞ്ഞേക്കാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്നൊന്ന് ഇടിച്ചു നോക്കടാ. ഹായ് അടി. എത്ര നാളായി നല്ലൊരു അടി കണ്ടിട്ട്. ഇവന്മാര് എന്റെ ഓഫീസല്ലേ ഇടിച്ചു പൊളിക്കുന്നേ. ഡാ നിർത്തടാ. എന്തോ ഇത്, ചന്തയോ അതോ ഓഫീസോ? സാർ, ദൈവനാണ് ആദ്യം എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? സാർ, ദൈവൻ എന്നെ ആദ്യം തല്ലിയേ. വേണ്ടേ, ഇവിടെ വാ തുറന്നു കഴിഞ്ഞാൽ ഇനി രണ്ടിന്റെ അണ്ണാക്കി ഞാൻ പഴം കുത്തി കയറ്റി വെക്കും. അല്ല, ഞാനൊക്കെ നിന്റെയൊക്കെ ആരാ? നഴ്സറി ടീച്ചറോ അതോ ബോസോ? എന്ത് പറ്റി സഞ്ജയ്? ദേ കണ്ണുറന്ന് നോക്ക്. നിന്റെ പുന്നാര ഫ്രണ്ട്സ് എന്താ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. നെക്സ്റ്റ് മന്ത് 3ന്റെ സാലറിന്ന് ഈ മതിൽ ശരിയാക്കാനുള്ള പൈസ ഞാൻ കട്ട് ചെയ്യും. അതിന് ഞാൻ എന്നാ ചെയ്തു? ഇവന്മാരല്ല അടി ഉണ്ടാക്കി ഇതെല്ലാം പൊളിച്ചത്. നീയാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഇവിടെ ജോലി എടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നിനക്കും ഉണ്ട്. അപ്പാർട്ട്മെന്റിലോട്ട് വാട്ടോ, 2 പേർക്കുള്ള ഞാൻ അവിടെ വെച്ച് തരാം. ദൈവമേ, നല്ല കിട്ടുന്ന ലക്ഷണമുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലോട്ടില്ല. ഞാൻ ഏതേലും കടയുടെ വരാന്തേ കിടന്നോളാം. കാർത്തിക്, ഞാൻ പറഞ്ഞ മറന്നില്ലല്ലോ. ഐ എം വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ. ഇല്ല സഞ്ജയ്, ഞാൻ മറന്നിട്ടില്ല. ഈ സാറ്റർഡേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എന്ത് ഡിസ്കഷനെ പറ്റിയോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അതെ, ഞങ്ങളറിയാതെ എന്ത് ഡിസ്കഷൻ? ഇത് നിങ്ങൾ വീട്ടിൽ പോയില്ലേ? എന്റെ പൊന്നോ, ഞങ്ങൾ മറ്റുള്ള പ്രൊജക്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയാ പറഞ്ഞ. അതെന്തെങ്കിലും ആട്ടെ, ഈ സാറ്റർഡേ നീ നിന്റെ പ്ലാൻസൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യണേ. എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതങ്ങ് നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് അവനായിട്ട്. അല്ലാത്തപ്പോൾ നിനക്ക് പ്ലാൻ ഒന്നും ഇല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പ്ലാൻ ഇടുമ്പോൾ നിനക്കും അപ്പം പ്ലാന് നടക്കൂല മോനെ. ഈ ആഴ്ച അവൻ എൻ്റെ കൂടെ വരും. ഓഹോ, അതെനിക്കൊന്ന് കാണണമല്ലോ. അവൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ വരുന്നില്ല. അവൻ എൻ്റെ കൂടെ വരും. ബിക്കോസ് ഐ ആം ദി ബോസ്. ഈ രണ്ടും കൂടെ ഇവിടെ നിന്ന് അടിയിടാനാ പ്ലാനെങ്കിൽ 2നെ ഞാൻ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കും. മതി. കാളിയും നീരജും വീട്ടിൽ പോകാൻ നോക്കിക്കേ. കാളി, ആ സഞ്ജയ് നമുക്കൊരു വെല്ലുവിളി ആവുന്നോ എന്നൊരു ഡൗട്ട്. ആ ഡൗട്ട് എനിക്കും ഇല്ലാണ്ടില്ല. ഐ തിങ്ക് നമുക്കൊരു പുതിയ എതിരാളി വന്നിരിക്കുന്നു. ഇത് കൂടുതൽ നാൾ വെച്ചുറപ്പിക്കാതിരിക്കുന്നേ നല്ലത്. ഏയ്, നീയൊന്നും അടങ്ങ്. എന്തായാലും ആ പൊട്ടൻ സഞ്ജയ്ക്ക് കാർത്തിക്കിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. കൊച്ചിലെ തൊട്ട് അവന്റെ കൂടെ നടന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പേടിയാ. അപ്പോഴാ ഇന്നലെ വന്ന സഞ്ജയ്. നീ അങ്ങനെ സഞ്ജയ് ചെറുതായി കാണണ്ട. പൊട്ടൻ മാവിലെറിഞ്ഞിട്ട് മാങ്ങ താഴെ വീണ ചരിത്രവും ഉണ്ട്. എന്തായാലും ഈ മാങ്ങ ഞാൻ ഉടനെ പറിച്ചോണ്ട് പോവും. അതിന് മുന്നേ ഞാൻ ഈ മാങ്ങ തൂക്കി വാങ്ങും. നിങ്ങൾ മാങ്ങ വാങ്ങിക്കാൻ പോവാണോ? അല്ല, നല്ല പഴുത്ത മാങ്ങ മേടിച്ചോ, കുറച്ച് പച്ചമാങ്ങ മേടിച്ചോ, നമുക്ക് അച്ചാറിടാം. ദൈവമേ, ഇങ്ങനൊരു ദുരന്തത്തെയാണല്ലോ ഞാൻ പ്രേമിച്ചേ. എന്തായി? എന്തെങ്കിലും നീ തീരുമാനിച്ചോ? ഞാൻ കുറെ ചിന്തിച്ചു. ആൻഡ് ഐ തിങ്ക് യു ആർ ബെസ്റ്റ് ഫോർ മീ. വി ഷുഡ് ട്രൈ ഔട്ട് ദിസ് റിലേഷൻഷിപ്പ്. രണ്ടും എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് പതുക്കെ പറ, അവര് നമ്മളെ കണ്ടുപിടിക്കും. ഡാ നോക്ക്, ഇതോ രണ്ടും ബ്ലഷ് അടിക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ലടാ. ഈ പോക്ക് പോയ അവൻ എന്റെ ചെറുക്കനെ അടിച്ചു മാറ്റും. നിന്റെ ചെറുക്കനാ? ഏത് വകയില്? ഇത്രക്കായ സ്ഥിതിക്ക് ഒരു കിസ് തന്നൂടെ? കിസ്സാ? കാർത്തികേ, നീ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. എന്നാൽ അവരെന്തിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്? കണ്ടിട്ട് പ്രൊജക്റ്റിനെ പറ്റിയാണെന്ന് എനിക്ക് തോന്നില്ല. കിസ്
കൊടുക്കണ്ട കിസ്. എല്ലാം പോയാച്ച്. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പൂച്ച തട്ടിക്കൊണ്ടുപോയി. ഞാനിതങ്ങനെ സഹിക്കുവേ. ഡേയ്, നീ ഇങ്ങനെ മോങ്ങാതെ. നീ പോടാ പട്ടി. വാ, ഇനി വീട്ടിൽ പോവാം. ബാക്കി അവിടെ ഇരുന്ന് മോങ്ങാം. ദൈവമേ, ഇവനെന്താ അനങ്ങാത്തെ? ചത്താ? കാളി. പോയേ എന്റെ കാർത്തിക്, പോയേ. വരുന്നുണ്ട് തണ്ടി കിസ്സു അടിച്ചിട്ട്. കാളിക്കെന്ത് പറ്റി? ഒരുമാതിരി ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പോലെ. എനിക്കെന്ത് പറ്റാൻ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഓക്കെയാ. നീരജ്, അവനെന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ. അല്ല, സഞ്ജയായിട്ടുള്ള പ്രൊജക്ട് ഡിസ്കഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, പ്രൊജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു, അത്രേ ഉള്ളൂ. അവൻ്റെ അമ്മൂമ്മയുടെ പ്രൊജക്ട് ഡിസ്കഷൻ കണ്ടായിരുന്നു. പ്രൊജക്ട് ഡിസ്കഷൻ എന്ത്? ഒന്നുമില്ലേ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാ. എന്തിന്? അല്ല, ഡിസ്കസ് ചെയ്ത പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവാൻ. ഓ അങ്ങനെ. അതൊക്കെ ഓൾറെഡി സക്സസ്ഫുൾ ആയി. നീ ഇങ്ങനെ ഒരുമാതിരി മരണ വീട്ടിൽ ഇരിക്കുന്ന കൂട്ടി ഇരിക്കാതെ. ഇനിയിപ്പം കാർത്തിക്കിനെ നീ മറന്നേ പറ്റൂ. അല്ല, നിനക്കെന്തോ ഒരു വിഷമവും ഇല്ലാത്തെ? നിനക്കും അവനെ ഇഷ്ടമല്ലായിരുന്നോ? എന്താടാ ഒരു കള്ളലക്ഷണം? നിനക്ക് കാർത്തിക്കിന് ഇഷ്ടമല്ലായിരുന്നോ? ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ കാർത്തിക്കിനല്ലാന്ന് മാത്രം. പിന്നെ ആരെയാ നിനക്ക് ഇഷ്ടം? നിന്നെയാണ് എനിക്കിഷ്ടം. ദേണ്ട, ഈയിടെയായിട്ട് നിനക്ക് തമാശ ഇച്ചിരി കൂടുന്നുണ്ടേ. തമാശയല്ല കാളി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. കാർത്തിക്കിനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയത് എനിക്ക് അവനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, എനിക്ക് നിന്നെ ഇഷ്ടമായോണ്ടാ. പിന്നെ നിന്നോടെപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് നിന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് നിന്റെ മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാനായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? പിന്നെ നീ എന്തിനാ കാർത്തിക്കിന് ഇഷ്ടമെന്നുള്ള രീതിയിൽ അഭിനയിച്ചേ? ചുമ്മാ നീയായിട്ട് വഴക്കിടാൻ. ഞാൻ പോയി കാർത്തിക്കിനെ പ്രപ്പോസ് ചെയ്ത് അവനെ അക്സെപ്റ്റ് ചെയ്തായിരുന്നെങ്കിലോ? അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞതിന് എനിക്കൊരു ആൻസർ വേണം. അത് നീ പതുക്കെ ചിന്തിച്ച് പറഞ്ഞാൽ മതി. ശരിയെന്ന് പോയി കിടക്കാൻ നോക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. എന്താണാവോ തമ്പുരാന് പറയാനുള്ളേ? അങ്ങ് മൊഴിഞ്ഞാലും. അത് പിന്നെ ഞാനും സഞ്ജയും ചെറുതായിട്ടൊന്ന് സെറ്റായായിരുന്നു. വളരെ നല്ല കാര്യം. എന്നാണ് നിങ്ങളുടെ കല്യാണം? എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ. ഷേടാ, ഞാനും സീരിയസ് ആയിട്ടാ ചോദിച്ചേ. എന്തുവാ ഇത്? നിങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല പ്രതീക്ഷിച്ചേ. ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഈ പറ്റിയേ? ഒരുത്തന്നെ ഇന്നലെ മുതൽ ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച് നടക്കുന്നു, ഒരെണ്ണമാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെ നടക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്തോ ഈ പറ്റിയേ? ഇതിൽ കൂടുതൽ ഇനി എന്തോ പറ്റാനാ? എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ ഞാൻ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലായില്ലേ. ഈ കാളി എന്താ ഒന്നും മിണ്ടാത്തേ? ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഇപ്പോഴാണല്ലോ ഞങ്ങളോടൊന്ന് പറയാൻ തോന്നിയേ. എന്തായാലും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും മുളച്ചു വന്നായിരിക്കില്ലല്ലോ. അതവൻ പറഞ്ഞ് ശരിയാ. നിങ്ങൾ രണ്ടുപേരും സെറ്റായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായണ്ടല്ലേ. അതെന്തായാലും ഒരു ദിവസം കൊണ്ട് പൊട്ടി മുളച്ചൊന്നും ആയിരിക്കത്തില്ലല്ലോ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞ് കൂടെ നടന്നിട്ട് നിനക്കൊരാളെ ഇഷ്ടമായപ്പം ഞങ്ങളോടൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ. എനിക്കെന്തോ നിങ്ങളോട് പറയാൻ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങൾ നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായി കാണുന്ന പോലെ നീ അങ്ങനെ ഞങ്ങളെ കാണുന്നില്ല. എടാ, അങ്ങനെ പറയല്ലേ. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. എൻ്റെയും സഞ്ജയുടെയും കാര്യം ഒന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞാൽ മതിയെന്നാ എനിക്ക് തോന്നിയേ. അതൊക്കെ പോട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തിനും ഞങ്ങൾ നിൻ്റെ കൂടെ കാണും. പിന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ ഇന്നത്തോടെ എല്ലാം മറക്കുക. അതെന്തുവെന്ന് എനിക്കറിയാം. സോറി കാളി, ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചതിന്. അതൊക്കെ വിട്ടേരെ. നൗ യു ഷുഡ് ഫോക്കസ് ഓൺ സഞ്ജയ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
ഇതെല്ലാം നന്നായിട്ട് തന്നെ അവസാനിക്കട്ടെ. പിന്നെ നീയും നീരജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇനി അവനെ നോക്കി പേടിപ്പിക്കണ്ട. നീരജെല്ലാം പറഞ്ഞായിരുന്നു എന്നോട്. ഓ, അപ്പൊ ഇവനാണല്ലേ നിന്നോടെല്ലാം പറഞ്ഞേ? എല്ലാം ഒന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. അവന് നിന്നെ ഇഷ്ടമെന്നുള്ള കാര്യം മാത്രം. നീ നന്നായി ഒന്ന് ഇരുന്ന് ആലോചിക്കും, എന്നിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതെന്താ ഇപ്പൊ ഒരു കുക്കിങ്? നീ ഡിന്നർ കഴിച്ചതല്ലേ? ഞാനും കഴിച്ചതാണല്ലോ. അത് പിന്നെ ഞാൻ കാളിക്ക് ഡിന്നർ ഉണ്ടാക്കുക. അവനിന് ഓവർ ടൈം അല്ലേ, വീട്ടിൽ വരുമ്പം താമസിക്കുമായിരിക്കും. പിന്നെ പുറത്തുനിന്ന് കഴിച്ചുള്ള ശീലമില്ലല്ലോ, അതുകൊണ്ട് അവനുള്ള ഡിന്നർ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. ഓഹോ, കാമുകന് ഫുഡ് ഉണ്ടാക്കുക? ഒന്ന് പോടാ, അതിനവൻ എസ് പറഞ്ഞില്ലല്ലോ എന്റെ കാമുകനവൻ. അതൊക്കെ പോട്ടെ, അവനെങ്ങനെ ഇപ്പൊ നിന്നോട്? മാറ്റോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ അടിയൊന്നുമില്ല. പിന്നെ അവൻ എന്നെ ചെറുതായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. മേ ബി ഞാൻ ചോദിച്ചതിനെ പറ്റി ആലോചിക്കായിരിക്കും. നിന്നെ അവൻ ഇഗ്നോർ ആക്കുന്നതായിരിക്കില്ല. നീ പറഞ്ഞ പോലെ അവൻ നീ ചോദിച്ചതിനെ പറ്റി ചിന്തിക്കുമായിരിക്കും. അവന് ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ ടൈം എടുക്കും. കാരണം നിങ്ങൾ കീരിയും പാമ്പും കണക്കല്ലായിരുന്നു. പെട്ടെന്ന് നീ ചെന്ന് പ്രപ്പോസ് ചെയ്തപ്പം അവന് ഷോക്കായി കാണും. ടൈമൊക്കെ എത്ര വേണേലും അവൻ എടുത്തോട്ടെ, നോ പറയാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം. ശരിയെന്നാ, ഞാൻ പോയി കിടക്കട്ടെ. സമയം 11 മണിയായല്ലോ. നീ എന്താ കിടക്കാഞ്ഞേ? ഉറക്കം വന്നില്ല, അതുകൊണ്ട് കിടന്നില്ല. അതെന്താണാവോ ഉറക്കം വരാഞ്ഞേ? ഒരുത്തനെന്റെ ഉറക്കം കളഞ്ഞേക്കുക. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ നടന്ന്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ടേക്ക് യുവർ ടൈം. പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ട് കിടക്കാൻ നോക്ക്. ഫുഡോ? നീ ഉണ്ടാക്കിയാണോ? അതെ. എന്തേ, ഞാൻ ഉണ്ടാക്കി കഴിക്കില്ലേ? കഴിക്കും. കിച്ചണിൽ അടച്ചു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുന്ന. എന്ത് പറ്റി? ഇന്ന് കുറച്ചധികം ലേറ്റ് ആയല്ലോ. ഇന്ന് കുറച്ചധികം വർക്കുണ്ടായിരുന്നു കംപ്ലീറ്റ് ആക്കാൻ. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കും. എനിക്ക് വേണ്ടി നീ ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കും. നിനക്ക് ഫുഡ് കഴിക്കാം, കഴിക്കാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. കാളി, നീ ഇതിലായിട്ട് ഞാൻ ചോദിച്ചതിനൊന്നും പറഞ്ഞില്ല. 2 മാസത്തോളമായി. ഇത് നടക്കുമെന്ന് തോന്നില്ല നീരജ്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് അങ്ങനെയൊന്നും നിന്നോട് ഫീലിങ്സ് തോന്നുന്നില്ല നീരജ്. ഐ എം സോറി നീരജ്. നീരജ്, കാളി നമ്മുടെ ഓഫീസിലെ ജെന്നിഫറിനെ ഡേറ്റ് ചെയ്യാന്നൊക്കെ കേട്ടു. എനിക്കറിഞ്ഞൂടാ. ഇത്ര നാൾ ഈ ചെയ്ത കുട്ടിയൊക്കെ എല്ലാം വെറുതെ ആയി. നീ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ. ഐ തിങ്ക് കാളി ഹീ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ പറഞ്ഞു എന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലാന്ന്. നീ എന്ത് തീരുമാനിച്ചു? എന്ത് ചെയ്യാൻ പോയി ഇനിയും? എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അവനിൽ നിന്ന് അത്ര പെട്ടെന്ന് മൂവ് ഓൺ ആവാൻ പറ്റില്ല. ഐ സ്റ്റിൽ ലവ് ഹിം. നീ എന്താ ഇത്രയും ടൈമായിട്ടും കിടക്കാത്ത? നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നീ വന്നിട്ട് കിടക്കാമെന്ന് കരുതി. എന്തിനാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? ഉറക്കം വരുമ്പോൾ നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? നിന്നോട് ഞാൻ ഇതെല്ലാം നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാ. ഡോണ്ട് ആക്ട് ലൈക്ക് മൈ ബോയ് ഫ്രണ്ട്. ദർ ഈസ് നത്തിങ് ബിറ്റ്വീൻ അസ്. നീയും ജെന്നിഫറും ഡേറ്റ് ചെയ്യാന്ന് കേട്ടു. ഇനിയിപ്പോൾ ചെയ്യുവാണെങ്കിൽ തന്നെ നിനക്കെന്താ? എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കാതെ. നിന്നോട് ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ.
ശരിക്കും നിന്റെ പ്രശ്നം എന്തുവാ കാളി? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എനിക്കറിഞ്ഞൂടാ. എനിക്ക് നിന്നെ കണ്ട പോലെ അവനെ കാണാൻ പറ്റുന്നില്ല. അപ്പം അതാണ് പ്രശ്നം. നീ എന്നിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല. ഞാൻ കുറച്ച് കാര്യം പറയാം, നീ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന ടൈമിൽ എനിക്ക് നീരജിനെ ഇഷ്ടമായിരുന്നു. അത് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോഴാ അവന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ ടൈം എനിക്കും നിന്നെ പോലെ തന്നെ നല്ല വിഷമമായിരുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ആരും വേണ്ടെന്ന് അപ്പം ഞാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷേ പിന്നെ ജോലി കിട്ടി സഞ്ജയുടെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അവനെ കാണുന്നത്. നമ്മൾ ഓഫീസിൽ ചെന്നപ്പം തൊട്ട് സഞ്ജയ് എൻ്റെ പുറകിനായിരുന്നു. പിന്നെ നീ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഫസ്റ്റ് അവനെ ഇഗ്നോർ ആക്കി വിട്ടു. സഞ്ജയോട് ഞാൻ എനിക്ക് നീരജിനോടുള്ള ഫീലിങ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ സഞ്ജയ് പിന്മാറാൻ റെഡിയായില്ല. അന്ന് സഞ്ജയ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റ് ആവുമെന്ന്. ആൻഡ് യെസ്, ഇറ്റ്സ് വർക്കിംഗ്. ആൻഡ് കാളി, യു ഷുഡ് ട്രൈ ഇറ്റ്. എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി സഞ്ജയ് ആണ്. അതുപോലെ തന്നെ നിന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഇറ്റ്സ് നീരജ്. നീ അവനൊരു ചാൻസ് കൊടുക്ക്. ഹി വിൽ മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. താങ്ക് യു കാർത്തിക്. പിന്നെ നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങളല്ലേ, അതായിരുന്നു എനിക്ക് കേൾക്കേണ്ടത്. ആൻഡ് ഐ വിൽ ടോക്ക് ടു ഹിം. എന്താ നീ ലേറ്റായേ? വിളിച്ചു പറഞ്ഞതും ഇല്ലല്ലോ. അറിഞ്ഞിട്ടിപ്പോൾ എന്തോത്തിനാ? സാധാരണ എന്നോടോ കാർത്തിക്കിനോടോ പറയാറുണ്ടല്ലോ ലേറ്റ് ആവുകയാണെങ്കിൽ. ഇന്ന് പറയാൻ തോന്നിയില്ല, പറഞ്ഞില്ല, അത്ര തന്നെ. ഓഹോ, അതിന് ഇയാൾ ഇത്ര കലിപ്പിക്കുന്ന എന്തോത്തിനാ? നീ പോയി നിന്റെ പണി നോക്കിക്കേ. ഞാൻ എന്തിനെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഓഹോ, കുണ്ണുവാവ പിണക്കത്തിലാ? കുണ്ണുവാവ നിന്റെ മെറ്റവള് ജെനിഫർ, അവളെ പോയി വിളിക്കടാ. എന്ത് പറ്റി? അവള് തേച്ചിട്ട് പോയാ? എന്തേ ഡേറ്റിങ്ങിനൊന്നും പോകുന്നില്ലേ? കിണിക്കാൻ മാത്രം ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല. തീരെ ജലസില്ല അല്ലേ? ഞാനൊരു മനുഷ്യനാ, അല്ലാതെ ഏലിയും കുഞ്ഞൊന്നും അല്ല. എനിക്കുണ്ട് വികാരമൊക്കെ. നിനക്ക് എന്റെയും ജെനിഫറിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ അറിയണോ? എനിക്കൊന്നും അറിയണ്ട. ഉറപ്പാണേ? പിന്നെ നീ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ നിനക്ക് കേക്കണ്ടെങ്കിൽ സാരമില്ല. പറഞ്ഞോ. വേറൊന്നുമല്ല, എന്റെയും ജെനിഫറിന്റെയും കാര്യം വെറും റൂമേഴ്സ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഗേയാ, അല്ലാതെ ബയ്യല്ല. എന്നിട്ടും നിനക്കെന്താടെ ഒരു സന്തോഷമില്ലാത്തെ? സന്തോഷിക്കാൻ മാത്രം എന്തോ ഉണ്ട്. നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നീ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിന്നോട് ഫീലിങ്സ് ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിന്നെ ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ എനിക്കിനി നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ? എനിക്ക് കുറച്ച് ടൈം തരുമോ? ഓ, എന്താ ആക്രാന്തോ ഇത്? ഇയാളല്ലേ ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് പോയേ? ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഇയാളോണ്ട് കേസ് കൊടുക്ക്. കേസ് കൊടുത്ത് നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കാരുണ്ട്. ഇജാതി ക്രിഞ്ച്, എന്റെ തൊലി ഉരിഞ്ഞു പോന്ന്. അത് പിന്നെ പ്രണയം എന്ന് പറയുന്നതേ ക്രിഞ്ചാണല്ലോ. അതുകൊണ്ട് ഇനി നീയായിട്ട് കൂടുതൽ ക്രിഞ്ച് ആഡ് ചെയ്യണ്ട. ഇവന്റെ നോട്ടം അത്രയ്ക്ക് ശരിയല്ലല്ലോ. മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ബാക്കി നാളെ സംസാരിക്കാം. നീ ഇങ്ങനെ പേടിക്കാതെ കാളി. എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് മുന്നേ പോവാൻ നോക്കിക്കാം മോന്. അല്ലേലും ഞാൻ പോവാ. ഞാൻ നാളെ ചെന്നൈക്കൊന്ന് പോവാ. അവിടെ ചേട്ടനും വൈഫും ഉള്ള. കുറെ നാളായി അവരെ പോയി ഒന്ന് കണ്ടിട്ട്. ഏട്ടത്തി വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ വിചാരിച്ചു എന്നാ നാളെ പോവാന്ന്. ഒരാഴ്ച ലീവായിരിക്കും. ആഹാ, എന്നിട്ട് സഞ്ജയോട് ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞോ നീ? അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ കാളി, ഞാൻ ഒരാഴ്ച കാണില്ല. ചിലപ്പോൾ അത് 2 ആഴ്ചയാവും. കേട്ടു. എന്ത് പറ്റി? ഞാൻ പോവാന്ന് പറഞ്ഞപ്പം തൊട്ട് തുടങ്ങിയാണല്ലോ ഒരു മൂഡ് ഓഫ്. നീ പോവണ്ട. അതെന്താ? അതറിയില്ല. നീ പോവാന്ന് പറഞ്ഞപ്പം തൊട്ട് എന്തോ പോലെ. വരുന്നു എൻ്റെ കൂടെ. ഏട്ടനും ഏട്ടത്തിക്കും അറിയാം നിന്നെ പറ്റി. അവർക്ക് പ്രശ്നമൊന്നുമില്ലേ? അപ്പം വലിയ സീനൊന്നുമില്ല. ഏട്ടത്തി ഫുൾ സപ്പോർട്ട്. പിന്നെ ഏട്ടനേ ഉള്ളൂ ചെറിയൊരു എതിർപ്പ്. പക്ഷേ അവരെല്ലാം എൻ്റെ ഇഷ്ടത്തിനെ നിൽക്കൂ. അപ്പം നിന്റെ അമ്മയും അച്ഛനോ? അവര് അക്സെപ്റ്റ് ചെയ്യോ നിനക്കൊരാണിനെ ഇഷ്ടമെന്നുള്ള കാര്യം? എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പം നാട്ടു നടപ്പനുസരിച്ച് അവർ കല്യാണത്തിനൊക്കെ നോക്കിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമെന്നുള്ള കാര്യം. അന്ന് തന്നെ എന്നെ ഒരു പടി ഇറക്കി പിണ്ടം വെച്ചു. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം, പക്ഷേ എനിക്കിനി അങ്ങനെ ഒരു അമ്മയച്ഛനില്ലെന്ന് കരുതിക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്ക് സപ്പോർട്ട് ഏട്ടനും ഏട്ടത്തിയായിരുന്നു.
ഏട്ടത്തിയായിരുന്നു മെയിൻ. നിനക്ക് വിഷമമുണ്ടോ നിന്റെ അമ്മയച്ഛനെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട്? ഏയ്, എന്തിനാ വിഷമിക്കുന്നേ? എല്ലാവർക്കും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെ എൻ്റെ ഏട്ടനും ഏട്ടത്തിയും അക്സെപ്റ്റ് ചെയ്തില്ലേ, അത് മതി. നാളെ ഞാനും വന്നോട്ടെ നിന്റെ കൂടെ? അതിനെന്താ, നീ വന്നോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിന്നെ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് അവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ? ഞാനത് രസമായിട്ട് എടുക്കുവാണേ. ആ, ചാവുന്നതിന് മുന്നേ നിനക്ക് വരാൻ തോന്നിയല്ലോ, സന്തോഷമായി. ഓ, കെട്ടിയെടുത്തായിരുന്നോ തമ്പുരാൻ? Look in my eyes, they will tell you the truth. The girl in my story has always been you. I'd go down with the Titanic, it's true for you. ഞങ്ങളെ ഒന്ന് അകത്തോട്ട് കയറ്റുവോ? ഓ, കേറ് കേറ്. അല്ല, ആരേ കൂടെയുള്ള പയ്യൻ? സോ ഏട്ടാ ഏട്ടത്തി, ദിസ് ഈസ് കാളിദാസ്, മൈ ബോയ് ഫ്രണ്ട്. അപ്പം ഇതാണ് കക്ഷി. ഇതേണ്ട അമ്മ അച്ഛനെ സങ്കടപ്പെടുത്തി ഇതൊന്നും നടക്കില്ല കേട്ടോ. ഏയ്, അത് കാര്യാക്കണ്ട കേട്ടോ. നിങ്ങൾ അവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചിരുന്നോ? പിള്ളേരെ, നിങ്ങൾ കയറി വരാൻ നോക്കിക്കേ. ഐ ശരി, ഭാര്യ ആര്? ഞാനോ? ഡി അവിടെ നിൽക്കടി. എന്താടാ? നിനക്ക് നിങ്ങൾ പറയാനുണ്ടോ? അല്ല, പിള്ളേർക്ക് ഫുഡ് എടുത്തു കൊടുക്കാൻ പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ ഏട്ടൻ. എന്താണ് ഒരു ചിരി? ഒന്നുമില്ല. നമുക്ക് റൂമും ബെഡും ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും. നീ കംഫർട്ടബിൾ ആണോ? ഞാൻ കംഫർട്ടബിൾ ആണ്. നിനക്ക് പേടിയുണ്ടോ? ഇല്ല. അതെന്താ നിനക്ക് പേടിയില്ലാത്ത? അത് നീ ആയോണ്ട്. അതെന്താ? നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താലോ? ചെയ്താലും നീയല്ല ചെയ്യുന്നേ. ദേ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ. ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. പക്ഷെ നീ എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ നിന്നെ തൊടൂല. ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ എനിക്ക് നിന്നെ ഇഷ്ടമാന്ന്? ഇനി ഞാനായിട്ട് അത് എടുത്തും പറയണോ? പറയണം. പറ, ഞാനൊന്ന് കേക്കട്ടെ. നീ കേക്കണ്ട. നീ പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. നിക്ക്, ഞാൻ പറയാം. എന്നാ പറ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ എം ഫാളിങ് ഇൻ ലവ് വിത്ത് യു. താങ്ക് യു സോ മച്ച്. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞേന്. നിക്ക് നീരജ്, ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. ഹേയ്, ഇറ്റ്സ് ഓക്കെ. നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നമ്മൾ രണ്ടുപേരും റെഡി ആവാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാ, ഇപ്പം നമുക്ക് കിടന്ന് ഉറങ്ങാം.
ഇതിനകത്ത് തന്നെ ഇങ്ങനെ കുത്തിയിരിക്കാതെ രണ്ടുപേരും എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോവാൻ നോക്ക്. എൻ്റെ കാറ് വേണമെങ്കിൽ എടുത്തോ, അത് അധികം യൂസ് ചെയ്യാറില്ല ഞാനല്ലാതെ. ആ അതവള് പറഞ്ഞ ശരിയാ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നോക്ക്. എന്നാ ശരി, ഞാൻ ഓഫീസിൽ പോട്ടെ. ഇതെന്ത് പറ്റി നിന്റെ ഏട്ടന് പെട്ടെന്ന് സപ്പോർട്ടീവായി? കണ്ടിട്ട് ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് നല്ല ഡോസ് കിട്ടിയ ലക്ഷണമുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റാ. ഈ രാവിലെ തന്നെ നീരജ് ഇതെവിടെ പോയി? ഏട്ടത്തി നീരജിനെ കണ്ടോ? ആ, രാവിലെ തന്നെ ഇവിടെ ഒരുങ്ങിക്കെട്ടി പോകുന്നതുണ്ട്. എവിടാന്നൊന്നും പറഞ്ഞില്ല. എന്നോട് പറയാതെ എവിടെ പോയതാ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. The number you're calling is currently switched off. Please try later. എന്ത് പറ്റിയാടാ? വിളിച്ചിട്ടെടുത്തില്ല അവൻ? ഇല്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫാ. അങ്ങനെ അവൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നൊരു പതിവില്ലല്ലോ. ഇന്ന് എവിടെങ്കിലും പോകുന്ന അവൻ പറഞ്ഞായിരുന്നോ? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല. സാധാരണ എവിടെങ്കിലും പോവാണെങ്കിൽ പറയാറുള്ളതാ. എന്നാ അടുത്തെവിടെങ്കിലും പോയതായിരിക്കും. ഇങ്ങ് വന്നോളും. The number you're calling is currently switched off. Please try later. ഇതെവിടെ പോയി? കാളി, നീരജ് വിളിച്ചായിരുന്നോ? ഇല്ല ഏട്ടത്തി, ഫോൺ ഇപ്പോഴും ഓഫാ. ഇതെവിടെ പോയിന്നാ? ഏയ്, നീ ടെൻഷൻ ആവണ്ട. അവനിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള, ചിലപ്പം അവരുടെ കൂടെ വല്ലതും വെളിയിൽ പോയി കാണും. ഹലോ നീരജ്, നീ ഇത് എവിടെയാ? ഞാൻ രാവിലെ തൊട്ട് നിന്നെ കിടന്ന് വിളിക്കുക. നീ എന്താ ഫോൺ എടുക്കാത്തെ? എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് തീരെ ടൈപ്പില്ല. ഞാൻ നിനക്കൊരു ലൊക്കേഷൻ ഇട്ട് തരും. നീ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വന്നാൽ മതി. അവിടെ വന്ന് നിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ഓ കട്ടാക്കി, ഇവന് മുഴുവനും പറഞ്ഞിട്ട് കട്ടാക്കി കൂടെ. അവനിട്ട് ലൊക്കേഷനിൽ ഏതോ ഹോട്ടലാണല്ലോ കാണിക്കുന്നത്. പറഞ്ഞെടുത്ത് പോയി ഇനി ചെന്ന് നോക്ക, അല്ലാതെ എന്ത് ചെയ്യാനാ? ദൈവമേ, ഇനി എന്നെ ബ്രേക്കപ്പ് എല്ലാം ചെയ്യാനാണോ? ലൊക്കേഷൻ ഇട്ട പ്രകാരം ഞാൻ ഇവിടെ വരണ്ടേ. ഇനി ഞാൻ എന്തോ ചെയ്യണം? ആ എത്തിയോ? കാളിദാസ് തന്നെയല്ലേ? അതെ, ഞാൻ കാളിദാസ്. ആരാ? മനസ്സിലായില്ല. ഞാൻ നന്ദൻ. എന്നെ പതിയെ മനസ്സിലായിക്കോളും. ഇപ്പം തൽക്കാലം എൻ്റെ കൂടെ വാ. നീരജ് എന്തോ ഇവിടെ? ഒന്ന് സമാധാനപ്പെടുക. പട്ടാര കയ്യും കാലും വരയ്ക്കുന്നു. അയ്യോ, കാലെ പിടിച്ചൊന്നും മാപ്പ് പറയണ്ട, ഞാൻ ക്ഷമിച്ചു. വായൊന്ന് അടയ്ക്കുവോ? ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞു തൊലക്കി. നിനക്കറിയാം, എനിക്ക് നിന്നെ വർഷങ്ങളായിട്ട് ഇഷ്ടമാണ്. ഞാൻ ഈ ചോദിക്കുന്നത് ഒത്തിരി നേരത്തെ ആണോ എന്നറിയില്ല, പക്ഷേ നമുക്ക് കല്യാണം കഴിച്ചാലോ? എവരിവൺ ഈസ് വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ. അതിപ്പോൾ യെസ് ആയാലും നോ ആയാലും സാരമില്ല. എനിക്ക് സമ്മതമാണ്.
അങ്ങനെ അവര് സെറ്റായി. സന്തോഷം കൊണ്ട് കരച്ചിൽ വരുന്നടാ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് നടന്ന പിള്ളേരാ. ഷേ എന്തിനാ നീരജയെ കരയുന്നേ? അത് സന്തോഷം കൊണ്ടാ. അപ്പൊ എല്ലാരും കൂടെ എനിക്കിട്ട് പ്ലാൻ ചെയ്ത് വെച്ചതാണല്ലേ? ഏട്ടത്തി എന്നെ അഭിനയമായിരുന്നു. ഓ, ഓസ്കാറിനെ വരെ വെല്ലുവിളിക്കുന്ന അഭിനയം. അതാണ് ഞാൻ അഭിനയിക്കാൻ പറഞ്ഞ ജീവിച്ച് കാണിക്കും. അതെ അതെ, ഞാൻ വിചാരിച്ച ഏട്ടത്തി കൊളവാക്കുമെന്ന്. അവനൊരു പൊട്ടനായോണ്ട് അവനൊന്നും മനസ്സിലായില്ല. ആരടാ പൊട്ടൻ? എന്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞയാ. ആ, എന്നാ നിനക്കും കൊള്ളാം. അല്ല, രണ്ടുപേർക്കും ബാംഗ്ലൂർ വരാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? വേണ്ടേ, ഓഫീസിലൊരു കുന്നു പണി കിടപ്പുണ്ട് രണ്ടിനും ചെയ്തു തീർക്കാൻ. എന്റെ പൊന്ന് സഞ്ജയ്, ഞങ്ങളുടെ മൂഡ് കളയാതെ. ആ, അവിടെ മൂടും കെട്ടിപ്പിടിച്ചിരുന്നോ. അവസാനം സഞ്ജയ് പണിയെടുക്കുന്നവർക്ക് നിങ്ങളുടെ രണ്ടുപേരും പോസ്റ്റ് എടുത്തിട്ട് കാർത്തികേന്ന് വിളിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലേ. അങ്ങനെ പറഞ്ഞൂടാ. അല്ല, ഈ നന്ദൻ ആരാന്ന് ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല. ആ, എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തി തരാം. ഞാൻ നന്ദേച്ചിയുടെ അനിയനാ. നീരജും ഞാനും മച്ചാ ബന്ധവാ. പിന്നെ അവൻ ഈ പ്രപ്പോസൽ ഐഡിയ പറഞ്ഞു കൊടുത്തതും ഞാനാ. പിന്നെ ആ ഹോട്ടലും എന്റെയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാനാണ്. എന്നിട്ട് ക്രെഡിറ്റോ അതെന്റെ അടുത്ത്. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? പ്രപ്പോസലിന്റെ സ്ക്രിപ്റ്റ് മൊത്തം റെഡിയാക്കിയത് ഈ ഞാൻ ഒറ്റ ഒരുത്തനാ. നീ അത് നടപ്പിലാക്കിയെന്ന് മാത്രം. ആ, എന്തായാലും സെറ്റായേ, ഞാൻ ചെയ്തോണ്ടാണേ. ആ, അതാണ്. ബൈ ദ വേ, താങ്ക്സ്. നാളെയാണ് മാരേജ്. നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ അമ്മയും അച്ഛനും നാളെ വരുള്ളൂ എന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. കുറച്ച് ബിസിയാ, എന്തോ ഒരു മീറ്റിംഗ് പെട്ടെന്ന് കയറി വന്നു. അത് സാരമില്ല, പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അവരിങ്ങെത്തില്ലേ? അതൊക്കെ അവരിങ്ങെത്തും. അല്ല, നിന്റെ അച്ഛനും അമ്മയും വരുമോ? വരില്ല. ഞാനും ഏട്ടനും ഏട്ടത്തിയും എല്ലാം മാറി മാറി വിളിച്ചയാ. പക്ഷെ അവര് വരില്ല എന്ന് പറഞ്ഞു. സാരില്ല കേട്ടോ, നിനക്ക് ഞാനുണ്ട്. നിന്റെ അമ്മയും അച്ഛനും സമ്മതിച്ചില്ലെങ്കിൽ എന്താ? ഏട്ടനും ഏട്ടത്തിയും പിന്നെ എൻ്റെ അമ്മയും അച്ഛനും സമ്മതിച്ചില്ലേ? എനിക്കത് മതി. 반짝이는 별빛들 깜빡이는 불 켜진 건물 우린 빛나고 있네 각자의 방 각자의 별을 어떤 빛은 야광 어떤 빛은 방황 사람들의 불빛들 소중한 나눠 어느 밤 별처럼 다 오르는 사라지지 마 큰 존재니까 Let it shine 여기에 템씨 저기 밤의 표정이 이토록 또 아름다운 건 저 별들도 불빛도 아닌 우리 때문일 거야 You got me 난 너를 보며 꿈을 꿔 I got you 지륵 같은 맘들 속 서로 겹은 서로 입이 같은 말을 하면서 우린 가장 깊은 밤에 더 빛나는 별빛 가장 깊은 밤에 더 സോറി മക്കളെ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. എന്ത് ചെയ്യാനാ, നിങ്ങൾ ഈ കല്യാണം നേരത്തെ വെച്ചോണ്ടല്ലേ. ഒന്ന് മുന്നറിയിപ്പൊക്കെ തന്ന് പതുക്കെയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് സെറ്റാക്കിയിട്ടൊക്കെ നേരത്തെ വരായിരുന്നല്ലോ. അത് സാരമില്ല അങ്കിൾ, എന്തായാലും പരിപാടിക്കൊക്കെ കൂടാൻ പറ്റിയല്ലോ. എന്തായാലും രണ്ടും ഞങ്ങളുടെ കൂടെ കാനഡയിൽ വന്നോ. ഇനി എൻ്റെ കമ്പനി നോക്കി നടത്തിക്കോ. ഇനി അതിനൊരു എതിർപ്പ് പറയണ്ട. എന്തായാലും എൻ്റെ കമ്പനി കാളിക്കൊള്ളയല്ലേ. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി നടത്തിക്കോ. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, മര്യാദയ്ക്ക് വന്നോണം. ഹാ, നോക്കാന്നേ, ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ.